ഏകാധിപത്യത്തിലേക്കോ എന്ന വീഡിയോ ഇതിനോടകം 23 ദശലക്ഷം പേരാണ് കണ്ടത്. ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളെക്കാൾ കൂടുതൽ ശക്തമായാണ് ഇദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ സംരക്ഷണയിലിരുന്ന് ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ആർക്കും ഉണ്ടാക്കാം എന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. ബിരുദ പഠനത്തിനായി ജർമ്മനിയിലേക്ക് പോയ ഇദ്ദേഹം വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസം. തന്റെ ദീർഘകാല കാമുകി ജൂലിയെ വിവാഹവും കഴിച്ചു. യാതൊരു നടപടിയും നേരിടാതെ അല്ല ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഇമ്രാൻഖാന്റെ തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം, പാകിസ്ഥാനിലെ രാഷ്ട്രീയ കൊടുങ്കാറ്റ് എന്ന വിഷയത്തിലുള്ള വീഡിയോ ഇന്ത്യയിൽ വിലക്കിയിരുന്നു. ഇന്ത്യ പാക് അതിർത്തികൾ സംബന്ധിച്ച് ഉള്ളടക്കത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകി എന്നുള്ളതായിരുന്നു കാരണം. എന്നാൽ ധ്രുവ് റാട്ടി അനുകൂലികളെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യയിലല്ല എന്നുള്ളത് ഒരു പരിഗണനാ വിഷയം പോലുമല്ല. ജർമ്മനിയിലാണെങ്കിലും അദ്ദേഹം അത് പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം.